ഇന്ന് ജനുവരി 8, 2026. എണ്ണ നിയന്ത്രണത്തിലും ഉപരോധങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വെനസ്വേലയുടെ ഇടക്കാല അധികാരികളെ നിയന്ത്രിക്കാൻ യുഎസ്. നാറ്റോ ഞങ്ങളെ പിന്തുണച്ചില്ലെങ്കിലും ഞങ്ങൾ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാകും. ട്രംപ്. ഡൊണാൾഡ് ജെ ട്രംപിന്റെ പോസ്റ്റ് ഇപ്രകാരമാണ്. നാറ്റോ ഫാൻസായ എല്ലാവരും ഓർക്കേണ്ടത്, എല്ലാവരും 2% GDP-യിൽ ആയിരുന്നു. ആർക്കും അവരുടെ ബില്ല് തന്നെ പേ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ വരുന്നത് വരെ. USA ആയിരുന്നു അവർക്ക് വേണ്ടി പേ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വന്നതിന് ശേഷം ഞാൻ മൂലം അവരുടെ GDP 5% ആയി. അവർക്ക് ഇമ്മീഡിയറ്റ്ലി അവർക്ക് പേ ചെയ്യാൻ പറ്റി. എല്ലാവരും പറഞ്ഞിരുന്നത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യം ഞാൻ വന്നതിന് ശേഷം സാധിച്ചു. ആഫ്റ്റർ ഓൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ ഇൻവോൾവ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ റഷ്യയ്ക്ക് ഇപ്പോൾ യുക്രൈൻ മുഴുവനും സ്വന്തമായേനെ. ഞാൻ ഒറ്റയ്ക്ക് 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു. എന്നിട്ടും ഒരു നാറ്റോ മെമ്പറായ നോർവേ എനിക്ക് നോബൽ പീസ് പ്രൈസ് തന്നില്ല. പക്ഷേ സാരമില്ല, എനിക്ക് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം രക്ഷിക്കാനായി. നാറ്റോയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇല്ലായിരുന്നു എങ്കിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും യാതൊരു വിധത്തിലുള്ള പേടിയും ഉണ്ടാകുമായിരുന്നില്ല. നാറ്റോ ഞങ്ങൾക്ക് ഒരാവശ്യം വന്നാൽ ഞങ്ങളോടൊപ്പം നിൽക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. എല്ലാവരും ഭാഗ്യം ചെയ്തിരിക്കുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് ടേമിൽ നമ്മുടെ മിലിറ്ററിയെ റീബിൽഡ് ചെയ്തു. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എപ്പോഴും നാറ്റോയ്ക്ക് വേണ്ടി കാണും. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി നാറ്റോ നിലനിൽക്കുമോ എന്നതിൽ ഉറപ്പില്ല. The only nation that China and Russia fear and respect is the DJT rebuilt USA. ചൈനയും റഷ്യയും ഭയക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരേ ഒരു നേഷൻ എന്ന് പറയുന്നത് ഡൊണാൾഡ് ജെ ട്രംപ് റീബിൽഡ് ചെയ്ത USA ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മോസ്കോയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് 500% ടാരിഫ് ചുമത്താൻ വഴിയൊരുക്കി റഷ്യൻ ഉപരോധ ബില്ലിന് ട്രംപ് പച്ചക്കൊടി കാണിച്ചതായി സെനറ്റർ ലിൻസേ ഗ്രഹാം. റഷ്യൻ ആക്രമണങ്ങളിൽ യുക്രൈൻ മേഖലകളിൽ വൈദ്യുതി വിച്ഛേദിച്ചു. 66 അന്താരാഷ്ട്ര ഗ്രൂപ്പുകളിൽ നിന്ന് US എക്സിറ്റ് ചെയ്തതായി ട്രംപ് പ്രഖ്യാപിക്കുമെന്ന് മാർക്കോ റൂബിയോ എക്സിൽ പോസ്റ്റ് ചെയ്തു. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ വൈറ്റ് ഹൗസിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശം.